ഇന്ന് നമ്മൾ പ്രേമോദാഹന എന്നുള്ള സോങ്ങിന്റെ തേർഡ് പാർട്ട് ഇതിന്റെ ചരണത്തിന്റെ ട്യൂട്ടോറിയലാണ് നോക്കുന്നത്. ഇതിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ലൈൻ ഫസ്റ്റ് വരുന്നത് ദൈവലോകം ഉണരും, ആ ലൈനാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഡോളവും റൈറ്റ് ഹാൻഡിൽ നമ്മൾ പതാകഹസ്തയാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഒരു സ്പിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ലെഗ് മൂവ്മെന്റ് വരുമ്പോഴത്തേക്കും ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ദേവലോകം ഉണരും. നമ്മുടെ ലെഫ്റ്റ് ലെഗ് എടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വെക്കുന്നു. എന്നിട്ട് 1 2 നമ്മൾ ജസ്റ്റ് കാലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഹാൻഡ്സ് വരുന്നത് മുകളത്തിൽ നിന്ന് അളപദ്മത്തിലേക്ക് വരും. ഉണരും, ഇത്രേ വരുന്നുള്ളൂ കേട്ടോ. ദൈവലോകം ഉണരും രാഗമാകുമെങ്കിൽ. അടുത്ത ലൈൻ തക്ക ധിമിയാണ് നോട്ട് വരുന്നത്. ധിമ്മി ധിമ്മി ആണ് വരുന്നത്. ഹാൻഡ്സിൽ നമ്മൾ രണ്ട് കൈയിലും കടകാമുഖമാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാ ചെയ്യുന്നത്. ധിമ്മി ധിമ്മി ചെയ്തു. എന്നിട്ട് 1 2 3 4 നമ്മൾ ചെയ്യും. ഹാൻഡ്സ് ഇങ്ങനെ തന്നെ വയ്ക്കുന്നത്. 1 2 3 4 ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് ദിത്ത എഴുത്ത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യാനുള്ളത്. ഹാൻഡ്സ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. 1 2 3 4 ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു സ്പിന്നാണ് നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളത്. ദിത്തയിൽ തന്നെയാണ് നമ്മൾ ലെഗ് മൂവ്മെന്റ് വരുന്നത്. ഹാൻഡ്സ് നമ്മൾ ജസ്റ്റ് ഇത്ര ഇങ്ങനെ വേവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ദിത്തേ ചെയ്തു. എന്നിട്ട് നമ്മുടെ റൈറ്റ് ലെഗ് ഓൾറെഡി നമ്മുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. ഇതിന് നമ്മൾ നേരെ സ്പിൻ ചെയ്ത് ഇവിടെ തന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഹാൻഡ്സിൽ ഹംസാസെ പിടിച്ചു. 1 2 3 4 ചെയ്തു. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗ് പൊക്കി നമ്മൾ കറങ്ങുക ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ കടകമുഖം നേരെ തലയുടെ മേലെ പിടിച്ചു. റൈറ്റ് ഹാൻഡിൽ അളപദ്മം വെച്ചു. എന്നിട്ട് 1 2 3 4 നമ്മൾ ചെയ്ത് സമത്തിൽ വന്ന് എൻഡിയാണ് ചെയ്യുന്നത്. എഗെയിൻ ഈ ലൈൻ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ഡോളവും റൈറ്റ് ഹാൻഡിൽ പതാകയാണ് ഇടുന്നത്. ലെഗ് മൂവ്മെന്റ് വരുന്നത് ഫസ്റ്റ് റൈറ്റ് ലെഗാണ്. ആണ് ചെയ്യാനുള്ളത്. എങ്ങനെ നോക്കാം. 1 2 ഇവിടെ തന്നെ വെച്ചു. 3 ബാക്കി കുത്തി 4 ഫ്രണ്ടിൽ ചവിട്ടി. ഇതൊന്ന് 3 ഫാസ്റ്റിൽ നമ്മൾ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. റൈറ്റ് ഹാൻഡിൽ പതാക ലെഫ്റ്റ് കോർണറിൽ നിന്ന് റൈറ്റ് കോർണറിലേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് കോർണറിൽ നിന്ന് ലെഫ്റ്റിലേക്കും കൊടുക്കും. ഫസ്റ്റ് നമ്മൾ റൈറ്റിലേക്കാണ് എടുത്ത് വെക്കുന്നത്. ദേവലോകം ഉണരും നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ തക്കതിമിയിലാണ് കഴിഞ്ഞ ലാസ്റ്റ് ലിറിക്സിൽ ചെയ്തത്. ഇതിൽ നമുക്ക് ആണ് ചെയ്യാനുള്ളത്. ചെയ്തു. മുകളത്തിൽ നിന്ന് അളപദ്മത്തിലേക്ക് കൈ കൊണ്ടുപോയി. ഉണരും വേണുകൂതുമെങ്കിൽ ആ ലൈനിൽ നമുക്ക് കൈ ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. 1 2 3 4 ചെയ്തു. എന്നിട്ട് നമ്മൾ ഹംസാസ എടുത്തിട്ട് ഈ റൈറ്റ് കോർണറിൽ നിന്ന് നമ്മുടെ ഇയറിലേക്ക് കൊടുക്കാൻ ചെയ്യുന്നത്. ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് കോർണറിലേക്ക് നമ്മൾ ചെയ്യാൻ ചെയ്യുന്നത്. ലെഫ്റ്റ് ലെഗാണ് ആദ്യം എടുത്ത് വെക്കുന്നത്. ചെയ്തു. അടുത്ത ലൈൻ നമ്മൾ ഫസ്റ്റ് ചെയ്തത് തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. പക്ഷേ നമ്മൾ ലെഫ്റ്റ് ലെഗാണ് ആദ്യം എടുത്ത് വെക്കുന്നത്. റൈറ്റ് ഹാൻഡ് ആണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. മുദ്ര സർപ്പ ശിരസാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കേട്ടോ പഠിക്കുന്നത്. എങ്ങനെയാണ് നോക്കാം. ഇത്രയും നിൽക്കും. ഇവിടെ നിന്ന് നമുക്ക് തേഹി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. തേഹി ചെയ്യണം നമുക്ക്. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് തേഹി ചെയ്യാം. അതല്ല ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തക്ക ധിമ്മിയിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. തക്ക ധിമ്മിയിൽ ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നമുക്കൊരു സ്പിന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ കടകാമുഖം ഇവിടെയായിട്ട് വെച്ചു, തലയുടെ മേലെ വെച്ചു. റൈറ്റ് ഹാൻഡ് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് ഇങ്ങനെ നീട്ടി വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ബോഡി വെയിറ്റ് നമ്മൾ റൈറ്റ് ലെഗിൽ കൊടുത്ത് റൈറ്റ് കോർണറിലേക്ക് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ലെഗ് ഒന്നും എടുക്കുന്നില്ല. നേരെ നമ്മൾ സ്പിൻ ചെയ്തിട്ട്
ബാക്കിൽ വെച്ചിരിക്കുന്ന റൈറ്റ് ലെഗിനെ നമ്മൾ ഒന്ന് പൊക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാം. നെക്സ്റ്റ് ലൈൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മൃഗശീർഷമാണ് ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാനുള്ളത്. റൈറ്റ് ഹാൻഡിൽ നമ്മൾ സൂചിയാണ് പിടിക്കുന്നത് കേട്ടോ. ലെഗ് മൂവ്മെന്റ് 1 2 3 4 ആണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. 1 2 ഗോപവൃന്ദങ്ങൾ നടനമാടുമി ശ്യാമതീരങ്ങളിൽ. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ഒരു സ്പിന്നാണ് ചെയ്യാനുള്ളത്. പദാഹസ്ത കൈ നേരെ നീട്ടി പിടിക്കാൻ ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ഡോളോ ഇട്ടു, ശ്യാമതീരങ്ങളിൽ ചെയ്തു. നെക്സ്റ്റ് ഈ ലൈൻ തന്നെ വരുന്നത്. അതിന് നമ്മൾ തെയ്താമാണ് ചെയ്യുന്നത് കേട്ടോ. കൈ ഇത് തന്നെ പോകുന്നത്. ഗോപവൃന്ദങ്ങൾ നടനമാടുമി ശ്യാമതീരങ്ങളിൽ ചെയ്തു. 4 ടൈംസ് നമ്മൾ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ചെയ്തു. ഇനി നമുക്ക് വർണ്ണമേഘങ്ങൾ മയൂരഹസ്താണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ഫ്രണ്ടിലേക്കുള്ള തെയ്തം ആണ് കേട്ടോ ചെയ്യുന്നത്. വർണ്ണമേഘങ്ങൾ പീലിനെത്തുമി. ഇത് നമുക്കൊരു സ്പിന്നാണ് ചെയ്യേണ്ടത്. ധിത്തയാണ് ചെയ്യുന്നത് കേട്ടോ. സെയിം ലൈൻ തന്നെയാണ് വരുന്നത്. റൈറ്റ് ഹാൻഡിൽ നമ്മൾ വീണ്ടും മയൂരഹസ്തം വെച്ചു. ലെഫ്റ്റിലും അത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. 1 2 3 4 1 2 3 4 ധിത്തേ സ്പിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ലൈൻ എൻഡ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 3 തവണ സ്പിൻ ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലെഗ് മൂവ്മെൻറ്റ് ജസ്റ്റ് റൈറ്റിൽ കാല് കൊടുക്കുക, കാല് പൊക്കി സ്പിൻ ചെയ്യുക. വീണ്ടും റൈറ്റിലേക്ക് കൊടുക്കുക, റൈറ്റ് കോർണറിലേക്ക് കാല് പൊക്കി സ്പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 ടൈംസ് നമ്മൾ ചെയ്യും. ഹാൻഡ് മൂവ്മെൻറ്റ്സ് വരുമ്പോഴത്തേക്കും അളപ്പൽപ്പം കൊണ്ടുപോവുക, സ്പിൻ ചെയ്ത് 2 കൈയിൽ ഘടകാമുഖം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 3 തവണ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ 1 തവണ ചെയ്ത് നിർത്തിയിട്ട് 2 3 ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ആ ലൈൻ എൻഡ് ചെയ്യുന്നത്. ഈ 3 തവണ സ്പിൻ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ 1 തവണ സ്പിൻ ചെയ്തിട്ട് 1 2 3 4 എടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന റൈറ്റ് ലെഗ് 1 2 വെച്ച് ധിത്തൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 കൈയിലും ഘടകാമുഖം ഹോൾഡ് ചെയ്യുക. 1 2 ലെഫ്റ്റ് കോർണറിലേക്ക് ടേൺ ചെയ്ത് നിന്നിട്ട് ചെയ്തു ധിത്തൈ. അവിടുന്ന് 2 കൈ നമ്മൾ എടുത്തിട്ടാണ് ധിത്തൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ സ്റ്റെപ്സ് എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലൈൻ ഇത് എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രേമോധാനയാണ് ചെയ്യാനുള്ളത്. അതിന് നമുക്കൊരു അടവാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഫുൾ വീഡിയോയിൽ വരുമ്പോഴത്തേക്കും നാട്ടടവ് 6 ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. തെയ് യും ത ത തെയ് യും ത ഹ തെയ് യും ത ത തെയ് യും ത ഹ. ഇതാണ് നാട്ടടവ് 6 വരുന്നത്. ഇത് നമ്മൾ ഏകദേശം ഒരു 3rd സ്പീഡിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യാം. അല്ലാതെ പഠിക്കാത്ത ആളുകളാണെങ്കിൽ നാട്ടടവ് 5 നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ റൈറ്റ് ലെഗ് നേരെ എടുത്ത് നീട്ടിയെടുക്കുന്നു, തൈ. ലെഫ്റ്റ് ലെഗ് ചവിട്ടുന്നു, യും. ഈ റൈറ്റ് ലെഗിന്റെ ബാക്ക് ലെഗ് എടുത്ത് വെക്കുന്നു, ത. ലെഫ്റ്റ് ലെഗ് അടിക്കുന്നു, ത. തൈ യും ത ഹ. ഇതാണ് നമ്മുടെ ലെഗ് മൂവ്മെന്റ് വരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം.
തൈ യും ത ത തൈ യും ത ഥ. ഇങ്ങനെയാണ് കൈയും കാലും കൂട്ടിയിട്ട് ചെയ്യേണ്ടത്. ഹാൻഡ് ഒന്നുകൂടി കാണിച്ചു കേട്ടോ. ഹാൻഡ് വരുമ്പോഴത്തേക്കും ചെസ്റ്റിന് നേരെ രണ്ട് കൈയിലും കടകാമുഖം പിടിച്ചു. ഇവിടെ നേരെ അളവത്മം പോയി. തൈക്കും തിരിച്ചെടുത്തു. ത ത. ഇനി ഇവിടുന്ന് നാട്യാരംഭത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ത്രിപതാക പിടിച്ചു. തൈ യും ത ഹ ചെയ്തു. ഇത് നമുക്ക് വളരെ സ്പീഡ് കുറച്ച് ഒരു ലെഗിൽ മാത്രം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്പീഡിൽ ഈ നാട്ടിടവ് 5 നമുക്ക് രണ്ട് സൈഡിലും റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തേർഡ് സ്പീഡിൽ തെയ്യം ദത്ത തെയ്യം ദാഹ 6 നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് അതുപോലെ ചെയ്യാം. നമുക്ക് ബിഗ്നേഴ്സ് കൂടുതലുള്ളത് കാരണം ഞാനിവിടെ നാട്ടിടവ് 5 തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രേമോദ്ധാരനായി ഇത് ചെയ്തു. അണയു നമ്മൾ ഇതാ ചെയ്യുന്നത് കേട്ടോ. അണയു ദേവിയാണ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇനി പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത്. അണയു ദേവി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രേമോദ്ധാരനായാണ് വരുന്നത്. അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ഡോളം തന്നെ ഇടുന്നത്. റൈറ്റ് ഹാൻഡിൽ നമ്മൾ കൈതാ ജസ്റ്റ് ഇങ്ങനെ നേരെ നീട്ടി കൊടുക്കുക ചെയ്യുന്നത്. പ്രേമോദ്ധാരനായി. എന്നിട്ട് നമ്മൾ ഈ കൈ നേരെ ഇങ്ങോട്ടിട്ടു. അണയു നമ്മളിങ്ങനെ ഹഗ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. അണയു നാഥ. കർത്തരി മുഖമാണ്. ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ റൈറ്റ് ലിപ്പിൻ്റെ ഇവിടെയും എടുത്തിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ നേരെ മേലേക്ക് പോകുന്നത് കേട്ടോ. ഒത്തിരി അങ്ങ് കൊണ്ടുപോകരുത്, കുറച്ച് മാത്രം. അണയു നാഥം നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താതീതമാണ് ചെയ്യേണ്ടത്. 3 ടൈംസ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. താ തൈ തൈത ഹി തൈ തൈത. ഒരു തവണയോട് ചെയ്യുന്നുണ്ട്. ത ഇവിടെ വെച്ചിട്ട് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് ഹാൻഡിൽ ചന്ദ്രക്കലയാണ്. റൈറ്റ് ഹാൻഡ് നമ്മൾ ഇങ്ങോട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് താതീതമ ചെയ്യുന്നത്. പനി നീലാവിൻ്റെ ഇവിടെ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്തു. അനഘ രാത്രി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 1 2 3 4 ചെയ്തു. ലയ പൂർണ്ണമായി നേരത്തെ ഫസ്റ്റ് നമ്മൾ പഠിച്ച ദിത്തൈ 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 ദിത്തൈയാണ് ചെയ്യാനുള്ളത്. ഇത് വെച്ചിട്ട് ആ ലൈൻ കംപ്ലീറ്റ് ആവും. എഗെയിൻ നമുക്ക് പ്രേമോദ്ധാരനായി അണയുനാഥ ആ ലൈനാണ് കേട്ടോ വരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ കടകാമുഖമാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വാക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. പ്രേമോദ്ധാരനായി അണയു നാഥ. നമ്മൾ റൈറ്റ് ലെഗിൻ്റെ ബിഗ് ടോ നമ്മൾ ഇങ്ങനെ സ്പിൻ ചെയ്ത് നേരെ ബാക്കിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. റൈറ്റ് ഹാൻഡിൽ ശിഖരവും ലെഫ്റ്റിൽ നമ്മൾ ഡോളോ ആണ് ഇടുന്നത്. അണയു നാഥ ലെഫ്റ്റ് കോർണറിലേക്ക് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സം ഫിനിഷ് ആകും. ദേവലോകമുണരും നീരാഗമാകുമെങ്കിൽ കാളിന്തി പോലുമാനീലരാഗമോറുന്ന ചേലിലൊഴുകും ീല
നീ ശ്യാമതീരങ്ങളിൽ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോങ് ഫിനിഷ് ആകും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഓരോ പാർട്ട്, പല്ലവി, അനുപല്ലവി, ചരണം, ഇങ്ങനെ 3 പാർട്ടായിട്ട് ഇതിൻ്റെ ട്യൂട്ടോറിയൽ നോക്കി പഠിച്ച് എല്ലാവരും ചെയ്യുക. താങ്ക് യു സോ മച്ച്.